ഹായ്, ഞാൻ ജിഷു. നമുക്ക് ഒരുപാട് ചോറുണ്ണാൻ സൂപ്പർ ടേസ്റ്റി കയ്പ്പയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏതെണ്ണം വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് കൂടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ കയ്പ്പയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ നാളികേരക്കൊത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കയ്പ്പയ്ക്ക ഇട്ടു, ഞാൻ നാളികേരക്കൊത്തും കൂടി ഇടുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൊടുക്കുന്നത്. ആ ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ പൊടികളൊന്നും ഉൾപ്പെടുന്നില്ല, കരിഞ്ഞ് പോകും. അതുകൊണ്ടാണ് ഞാൻ പൊടി ഇടാത്തത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഈ ഡിഷിന് ഞാൻ ഗ്യാരണ്ടിയാണ്, ഇത് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിന് വേറെ ഒന്നും ആവശ്യമില്ല. ഈ ഒരൊറ്റ കയ്പ്പയ്ക്ക മെഴുക്ക് പുരട്ടി മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ഒരുപാട് ചോറാണെങ്കിലും സുഖമായിട്ട് കഴിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുകയാണ്. അടച്ച് വെക്കാൻ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. അത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് മൂടി തുറന്ന് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കും. കണ്ടോ, ഒന്ന് കളർ മാറിയിട്ടുണ്ട്. ഞാൻ കറിവേപ്പില ഇട്ടു അതിൽ എടുക്കണ്ടോ. അപ്പോൾ നമ്മുടെ നാളികേരം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് നമ്മുടെ പാകം. അതുവരെ നമ്മൾ ഇത് വേവിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ 3 മിനിറ്റ് കൂടുമ്പോൾ നമ്മുടെ അടപ്പ് തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ ഇത് സെറ്റായി കിട്ടിക്കോളും. ഏകദേശം നമ്മുടെ നാളികേരക്കൊക്കെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ മുന്നേ ഇട്ടതാണല്ലോ, ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പം നമുക്ക് ഉപ്പും മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയ്പ്പയ്ക്ക് അധികം കയ്പ്പ് തോന്നില്ല. പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. കയ്പ്പയ്ക്ക അങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ ഇത് കഴിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഇനി അടച്ചു വയ്ക്കുകയാണ്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കൂടി തുറന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്ക മെഴുക്ക് പുരട്ടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ കണ്ടോ, പണ്ട് കണ്ടതല്ല, അപ്പോൾ അടിപൊളിയായിട്ട് അതിൻ്റെ ടെക്സ്റ്റൊക്കെ മാറി ഒരു സൂപ്പർ ലുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഞാനതൊന്ന് പാത്രത്തിൽ മാറ്റിയിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സൂപ്പർ കയ്പ്പയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.